മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബൈയിലെത്തി 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി ഇന്ന് UAE മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. UAE ക്യാബിനറ്റ് കാര്യ വകുപ്പ് മന്ത്രി മുഹമ്മദ് അൽ ഗർഗാവി, ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൗക്ക് അൽമാരി, വിദേശ വ്യാപാര മന്ത്രി താനി ബിൻ അഹമ്മദ് അൽ സയ്യൂദി എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. നാളെയാണ് മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടി. ഷിനോജ് ഷംസുദ്ദീൻ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിനോജ്, എപ്പോഴാണ് മുഖ്യമന്ത്രി UAE-യിലെത്തിയത്? എന്തൊക്കെ പരിപാടികളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്? ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ എങ്ങനെ? അമൃത, ഇന്ന് രാവിലെയാണ് 3 ദിവസത്തെ പരിപാടികൾക്കായി മുഖ്യമന്ത്രി ദുബൈയിലെത്തിയത്. അദ്ദേഹം ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഹയാത്ത് ഹോട്ടലിലാണ് അദ്ദേഹത്തിൻ്റെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് പ്രധാനമായും നടന്നത് UAE മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ 3 വകുപ്പുകളുടെ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം അതോടൊപ്പം തന്നെ അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസ് ഡയറക്ടർ ജനറൽ ബദർ അൽ ഉലമ, വിദേശ വ്യാപാര വകുപ്പ് അണ്ടർ സെക്രട്ടറി ഫഹദ് അൽ ഗർഗാവി എന്നിവരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, അതേപോലെ ചീഫ് സെക്രട്ടറി ജയതിലക്, നോർക്ക വൈസ് ചെയർമാൻ MA യൂസഫ് അലി, ദുബൈയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ചീവൻ, ബുർജിൽ ഹോൾഡിംഗ് ചെയർമാൻ ഷംസീർ വയലിൽ, വ്യാപാര രംഗത്തുള്ള പ്രമുഖർ എന്നിവരൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. ഇനി നാളെയാണ് മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടി നടക്കുന്നത്. അതിനു മുമ്പ് രാവിലെ 11 മണിക്ക് വ്യാപാര പ്രമുഖരുമായി ഉള്ള ഒരു കൂടിക്കാഴ്ചയുണ്ട്. അത്തരമൊരു ബിസിനസ് മീറ്റിൽ കൂടി മുഖ്യമന്ത്രി നാളെ രാവിലെ 11 മണിക്ക് പങ്കെടുക്കുന്നുണ്ട്. വൈകുന്നേരം 6:30 അമിറ്റി സ്കൂളിലാണ് UAE ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. 1 മണിക്കൂറിലേറെ മുഖ്യമന്ത്രി അവിടെ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 1 ലക്ഷത്തോളം പേർ എത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമായി ഈ പരിപാടി ബഹിഷ്കരിക്കുമെന്ന് KMCC-യും അതേപോലെ ഇൻകാസും അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പ്രവാസി കൂട്ടായ്മയാണ് KMCC, അതേപോലെ കോൺഗ്രസിൻ്റെ പ്രവാസി കൂട്ടായ്മയാണ് ഇൻകാസ്. ഇവർ രണ്ടുപേരും ഈ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റന്നാളും മുഖ്യമന്ത്രിക്ക് ചെറിയ പരിപാടികൾ ദുബൈയിലുണ്ട്. അതിനുശേഷം മറ്റന്നാൾ തന്നെ മുഖ്യമന്ത്രി നാട്ടിലേക്ക് മടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അമൃത.